മലയാള സിനിമാ മേഖലയിൽ വീണ്ടും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി യുവാവ് രംഗത്ത്. സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ തന്നെ 2012 ബാംഗ്ലൂരിൽ വെച്ച് സംവിധായകൻ രഞ്ജിത്ത് പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്നാണ് പരാതി. കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് പരാതിക്കാരൻ. സിനിമാ മേഖലയിലെ പരാതികൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘത്തിന് യുവാവ് മൊഴി നൽകി. കോഴിക്കോട് സിനിമാ ഷൂട്ടിങ്ങിനിടയിലാണ് സംവിധായകനെ പരിചയപ്പെട്ടതെന്ന് യുവാവ് പറയുന്നു. അവസരം തേടി ഹോട്ടൽ റൂമിലെത്തിയ തനിക്ക് ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ കുറിച്ചു തന്നുവെന്നും അതിൽ സന്ദേശം അയക്കാനും ആവശ്യപ്പെട്ടുവെന്നാണ് യുവാവ് പറയുന്നത്. ബംഗളൂരു താജ് ഹോട്ടലിൽ 2 ദിവസത്തിനു ശേഷം എത്താൻ ആവശ്യപ്പെട്ടു. രാത്രി 10 മണിയോടെ ഹോട്ടലിലെത്തിയ തന്നോട് പുറകുവശത്തെ ഗേറ്റ് വഴി റൂമിലേക്ക് എത്താൻ സംവിധായകൻ നിർദ്ദേശിച്ചു. മുറിയിലെത്തിയപ്പോൾ മദ്യം നൽകി കുടിക്കാൻ നിർബന്ധിച്ചു. പിന്നീട് വിവസ്ത്രനാക്കിയെന്നും പീഡിപ്പിച്ചുവെന്നും യുവാവ് പറഞ്ഞു. നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ, എനിക്ക് പേഴ്സണലായിട്ടൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഓഡിഷൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാരണം പുള്ളി ബാംഗ്ലൂരിലേക്ക് വിളിച്ചതല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും പോകണം, വലിയൊരു ആഗ്രഹമാണ്, എന്തായാലും കാണണം എന്നുള്ള രീതിയിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയ സമയത്ത് ഞാൻ ലേറ്റ് നൈറ്റ് ആയിട്ട് അവിടെ എത്തുന്നത്. ഞാൻ ഫ്ലൈറ്റിനാണ് പോയത്, അപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് അവിടെ എത്തുന്നത്. ബാംഗ്ലൂർ എത്തിയപ്പോൾ പുള്ളി താജ് ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ റിസപ്ഷനിൽ എത്തിയപ്പം ഓഫ് കോഴ്സ് ഞാൻ 21, ആ സമയത്ത് 21-22 ഏജ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്ത് അവരെന്നെ വിസിറ്റേഴ്സ് അലൗഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു റൂമിലേക്ക്. കാരണം എൻ്റെ പ്രായം, ഞാൻ കുറച്ച് ചെറുതായിരുന്നു ആ സമയത്ത്. അപ്പോൾ അലൗഡ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്ത് എൻ്റെ അടുത്ത് ഫോണിൽ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും. പുള്ളി എന്നോട് പറഞ്ഞു, നീ അവിടെ ഒരു കോഫി ബാർ ഉണ്ട്, കോഫി ബാറിൻ്റെ ബാക്കിൽ സ്റ്റെയർ കേസ് ഉണ്ട്. ഇതൊരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. അവിടെ ഒരു റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ ഒന്നും അറിയാതെ പുള്ളി ബാക്കിലൂടെയാണ് എന്നോട് വരാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ബാക്കിൽ പുള്ളി പറഞ്ഞ രീതിയിൽ ഞാൻ എക്സിറ്റ് വഴി സ്റ്റെയർ കേസ് കയറി 4th ഫ്ലോറിലെത്തി. 4th ഫ്ലോറിൽ പുള്ളിയുടെ റൂം നമ്പർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോയപ്പം പുള്ളി കാഷ്വലായിട്ട് റൂമിലുണ്ടായിരുന്നു. പുള്ളി ആൽക്കഹോളിക് കൺസംഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വോഡ്ക എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചു, ഒരുപാട് സന്തോഷമായി കണ്ടതിൽ. അപ്പം ഞാനും ആക്ച്വലി ഭയങ്കര വണ്ടറായിരുന്നു, കുറച്ച് നെർവസും ആയിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ആൽക്കഹോൾ കൺസംഷൻ ചെയ്യുന്ന ഒരാളെടുത്ത് ഇരിക്കുന്നത്. അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, വിൽ യു ഹാവ് എ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് കുറച്ച് ഒഴിച്ച് തന്നു. അപ്പോൾ കുടിക്കാനൊരു മടി ഉണ്ടായിരുന്നു. പക്ഷേ ഏതൊരു പയ്യന്മാരെ പോലെയും ഞാനും ഒരുപാട് ആഗ്രഹിച്ചു. ഓഫ് കോഴ്സ് സിനിമയിലൊരു ചാൻസ് കിട്ടുമല്ലോ, ഇത്രയും വലിയൊരു ഡയറക്ടർ ഇൻവൈറ്റ് ചെയ്തതല്ലേ, ഞാൻ കഴിച്ചു. അതിന് ശേഷമാണ് പുള്ളിയുടെ അപ്രോച്ചൊക്കെ മാറിയത്. പുള്ളി എന്നോട് ന്യൂഡാവാൻ പറഞ്ഞു. പുള്ളിക്ക് കുറച്ചും കൂടി പേഴ്സണലായിട്ട് പുള്ളി എന്നെ കുറച്ചും കൂടി ബോഡി, എനിക്കത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പുള്ളി ശാരീരികമായിട്ട് പുള്ളിയുടെ ആവശ്യങ്ങൾ ഒരിക്കലും ഒരു അത്രയും വലിയൊരു, എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിനൊരു ഇതുണ്ടായിരുന്നു, ഒരു പൗരുഷമുള്ള ഒരു വ്യക്തി അത്ര. പക്ഷെ പുള്ളി പറഞ്ഞ കാര്യങ്ങളും എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും വളരെ ടെറിബിൾ ആയിരുന്നു. വളരെ, എനിക്കൊരിക്കലും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ വേണ്ടപ്പെട്ട അധികൃതരോട് പറയാം. ഇതിനിടെ ഒരു സംവിധായകനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യുവനടൻ നവജിത് നാരായൺ. സിനിമയിൽ അവസരം ചോദിച്ചപ്പോൾ ഒരു സംവിധായകൻ മോശമായി പെരുമാറിയെന്ന് നവജിത് ആരോപിക്കുന്നു. തനിക്ക് വർഷങ്ങളായി അറിയുന്ന ഒരു സംവിധായകന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. അന്ന് സിനിമയിൽ അവസരം തേടിയാണ് അദ്ദേഹത്തെ കണ്ടത്. അവസരം നൽകിയാൽ തനിക്ക് എന്താണ് ഗുണമെന്ന് തുടയിൽ പിടിച്ചുകൊണ്ട് സംവിധായകൻ ചോദിച്ചു. ഇതോടെ അത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾ കേട്ട ഭാവം നടിച്ചില്ല. പിന്നീട് അയാളുടെ മുഖത്ത് ഒരടി നൽകിയാണ് ഇറങ്ങിപ്പോന്നതെന്നും നവജിത്ത് വെളിപ്പെടുത്തി. ഇതോടെ മലയാള സിനിമയിൽ പെണ്ണ് മാത്രമല്ല ആണും സുരക്ഷിതരല്ല എന്ന വസ്തുതയാണ് പുറത്തുവരുന്നത്.